ഇറാനിലെ പുതിയ ജനറേഷൻ ഇസ്ലാമിക മതത്തെ വെറുക്കുന്നു. ഇവർ യഥാർത്ഥത്തിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഗ്ലോബലി ഇവർ മതത്തിന്റെ അകത്ത് ഉൾപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആയിപ്പോയി. കാരണം മത നിയമങ്ങൾ ഭയങ്കരമാണ്. ചെറുപ്പക്കാർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതായി. അവർക്ക് മ്യൂസിക്, ഡാൻസ്, സിനിമ അതിനു പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി. എല്ലായിടത്തും മത നിയമങ്ങളും റിലീജിയസ് പോലീസും ഈ മത പോലീസും ഇതെല്ലാം കൂടി കയറി വന്നപ്പോൾ ഈ പറയുന്ന ന്യൂ ജനറേഷന് ശ്വാസം മുട്ടി എന്ന് തന്നെ പറയാം. പിന്നെ ഡിജിറ്റൽ മീഡിയയുടെ വരവോടുകൂടി ലോകത്ത് എന്തു നടക്കുന്നു എന്നുള്ള ഒരു ബോധം ഇവർക്ക് വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നമുണ്ടാകാനുള്ള ഒരു കാരണം. പിന്നെ അവിടെ അവർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നില്ലായിരുന്നു. മത നിയമങ്ങൾ സ്ട്രിക്റ്റായി, അതുപോലെ ഇവർക്ക് യാതൊരു ഫ്രീഡവും ഇല്ലാതായി. അതാണ് അവർക്ക് ബേസിക്കലി അവർക്കൊരു അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, കാരണം ഇവർക്ക് ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ ഇവർ കരുതി എന്നാൽ മതത്തെ വിട്ടുകളയാമെന്ന്, നിരീശ്വരവാദത്തിലേക്ക് കടക്കാം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നു. ഈ ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഗ്ലോബൽ ആയ ഒരു ട്രെൻഡ് ഉണ്ട്, മതം വേണ്ടാത്തതിൻ്റെ. അവർക്ക് മതത്തോട് താല്പര്യമില്ല, ദൈവത്തോടും താല്പര്യമില്ല. ആ ഒരു ട്രെൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്ലാമിക മതത്തിനെതിരെ ആയിട്ടൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. കാരണം ഈ നിയമങ്ങൾ തന്നെയാണ്. ഈ നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ഫ്രീഡമാണ് മുഴുവനായിട്ട് അവിടെ പോകുന്നത്. അതുപോലെ ആണുങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല, 1% പോലും സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നില്ല. കാടൻ മത നിയമങ്ങൾ, ആ നിയമത്തിനകത്ത് വളരെ ക്രൂരമായാണ് പെരുമാറുന്നത്. അവിടെ ചെറുപ്പക്കാരായ ആണുങ്ങൾ പോലും അവർ പോലും പറയാൻ തുടങ്ങി ഇത് വേണ്ട എന്നുള്ള ഒരു കാര്യം. ഈ ന്യൂജൻ ആളുകൾക്ക് ഈ മത നിയമങ്ങളെല്ലാം ഇഷ്ടമുണ്ട് എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഈ പഴയ ജനറേഷനായിട്ടുള്ള ഇറാനികൾക്കുണ്ടായിരുന്നത്. പക്ഷേ സത്യാവസ്ഥ അവർക്ക് വെറുപ്പാണ് എന്നുള്ളതാണ്. ഈ മഹസ അമീനിയെ പോലുള്ള 500-ലധികം പേരെ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ കൊല ചെയ്തിരുന്നു. നമ്മൾ അറിഞ്ഞ കാര്യമാണത്. അവർ പ്രൊട്ടസ്റ്റ് നടത്തി ഇതിനെതിരെ, ഹിജാബിനെതിരെ. അങ്ങനെ അവരെ കൊന്നിരുന്നു. ഏകദേശം ഒരു 5000 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ ഗവൺമെന്റിന്റെ അകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു പുതിയ തലമുറ കംപ്ലീറ്റ്ലി മത നിയമങ്ങളെ വെറുത്തുപോയി. ഇതൊക്കെ ബേസിക്കലി ഇറാനിയൻ ഭരണകൂടത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇറാനികൾക്ക് ഈ സലഫിസവും അതുപോലെ ഈ വഹാബിസവും പണ്ട് ജനങ്ങളിൽ കുത്തിവെച്ചതുപോലെ ഇപ്പോഴത്തെ ജനറേഷന്റെ അടുത്ത് നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇസ്രയേൽ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രയേലിന് പിന്തുണ തന്നെ ഇറാനികളിൽ നിന്നും കൂടി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഖത്തർ വേൾഡ് കപ്പിൽ ഇറാൻ പങ്കെടുത്തിരുന്നല്ലോ. ഇറാന്റെ ദേശീയ ഗാനം പാടിയപ്പോൾ ഒരു കളിക്കാരൻ അത് ചൊല്ലാൻ തയ്യാറായില്ല. അവർക്കതിനെ എതിർത്തു. അതാണ് ആദ്യത്തെ ഗ്ലോബൽ അടി ഇറാന് കിട്ടിയത്. ഇതവർക്ക് വലിയൊരു ഷോക്കായി തന്നെ മാറി. അപ്പോഴാണ് ഇറാന് മനസ്സിലായത് ഈ ജനറേഷന്റെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ളത്. അതുപോലെ ഈ അമേരിക്ക എന്ന രാജ്യം ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞപ്പം അമേരിക്കയ്ക്കുള്ള പിന്തുണ ഭയങ്കരമായിരുന്നു. അതങ്ങ് കൂടി. ഇറാനിന്റെ അകത്ത് അമേരിക്കൻ പിന്തുണ കൂടുന്നു, ഇസ്രയേലിൽ കൂടുന്നു. ഇവർ ഈ രാജ്യം ഇടപെടുകയാണെങ്കിൽ ഈ ഭരണകൂടം തന്നെ മാറും. ഇതാണ് ഇവരുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഈ ഇറാനിയൻ ഇസ്രയേലിന്റെ അടുത്തേക്ക് യുദ്ധവുമായിട്ട് പോകാൻ ഒരു പേടി കാണിക്കുന്നത്. കാരണം ഇറാനിൽ നിന്ന് തന്നെ ഇസ്രയേലിന് പിന്തുണ കൂടുകയാണ്. കാരണം അവരിടപെട്ട് ഈ ഭരണകൂടം മാറും എന്നുള്ള ഉറപ്പാണ്. അവസാനം ഇപ്പൊ ഖൊമേനിയുടെ ബർത്ത് പ്ലേസ് വരെ കത്തിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചില്ലേ. അതുകൊണ്ടാണ് ഭരണകൂടത്തിന് പേടി നാളെ എന്തും നടക്കുമെന്നുള്ളത്. പറയാനുള്ളത്, ഇറാനിൽ ഇസ്ലാമികത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഇസ്ലാം വിശ്വാസം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദത്തിലേക്ക് പോവുകയാണ്. കൂടാതെ കുറേ പേര് ഈ ഇവാഞ്ചലിസ്റ്റ്, ഈ ക്രിസ്ത്യൻ സൈഡിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ കൺവേർട്ടായി പോകുന്നുണ്ട്. ഇപ്പം ഇറാനിൽ ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇസ്ലാമികത ഇല്ലാതാകും എന്ന കാര്യത്തിൽ വളരെ ഉറപ്പുള്ള കാര്യം തന്നെയാണ്.